ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി ജയിലിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുമായുള്ള സംഘം ഇരു രാജ്യങ്ങളിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് മോചിപ്പിച്ച 95 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡിന് കൈമാറും. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ നടപടികൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ജയിലിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനായുള്ള ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. അതായത് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഇരു രാജ്യങ്ങളും ആ ഒരു ധാരണയിലേക്ക് കൂടി കടന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ മോചനം ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിലെയും ജയിലിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഈ ഇരു രാജ്യങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുമായുള്ള സംഘം അവിടെ നിന്നും രാജ്യങ്ങളിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ലൈനിൽ വെച്ചായിരിക്കും ഈ കൈമാറ്റം ഉണ്ടാവുക. നിലവിൽ ബംഗ്ലാദേശ് മത്സ്യത്തൊഴിലാളികളുമായി കോസ്റ്റ് ഗാർഡിന്റെ സംഘം അവിടേക്ക് പോയിട്ടുണ്ട്. ആ സംഘം ബംഗ്ലാദേശ് മത്സ്യത്തൊഴിലാളികളെ കൈമാറിയ ശേഷം ബംഗ്ലാദേശ് കൈമാറുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുമായി ആയിരിക്കും സംഘം തിരിച്ചെത്തുക. നാളെ രാവിലെയോടുകൂടി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 95 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയാണ് ബംഗ്ലാദേശ് മോചിപ്പിച്ചിരിക്കുന്നത്. 90 ബംഗ്ലാദേശ് മത്സ്യത്തൊഴിലാളികളെയാണ് ഇന്ത്യയും മോചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെയോടുകൂടി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ സംഘം തീരത്ത് എത്തും. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.